ഇന്നൊരു മടക്ക് ചപ്പാത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മടക്ക് ചപ്പാത്തിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും, പക്ഷെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും മുട്ടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു കറിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ആട്ടപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തു, പിന്നെ ഒരു നുള്ളു ഉപ്പും, പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല, അത് നമ്മൾ തേങ്ങ അരക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അരപ്പിൻ്റെ കൂടെ ചേർക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതേപോലെ കുറച്ച് വലിയ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എണ്ണ നെയ്യോ എന്ത് വേണേലും ചേർക്കട്ടോ. പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരറ്റം ഇതുപോലെ മടക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് എണ്ണ തടവി കൊടുക്കുക. പിന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ ചെയ്യുക. എണ്ണ തടവി കൊടുത്തിട്ട് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് മടക്കി ചപ്പാത്തി ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് മടക്കൽ കൂടുതലുണ്ട് കേട്ടോ. എന്നാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മടക്ക് ചപ്പാത്തി. അപ്പോൾ അതേപോലെ ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് 8 ചപ്പാത്തിക്കുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തടവി കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ചപ്പാത്തി ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി റെഡിയാക്കി എടുക്കുക. അപ്പോൾ കറിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട്. തേങ്ങൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറിക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നടുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ മുട്ടക്കറി റെഡിയായി. അതൊന്ന് വറവിട്ടെടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മളെ മടക്ക് ചപ്പാത്തി കണ്ടോ, നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ കഴിക്കാൻ. ഈ ഒരു രീതിയിൽ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കറി അടിപൊളിയാണ് കേട്ടോ. മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച്